തിരിച്ചു വരാം. നമുക്കൊപ്പം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ശ്രീനിവാസന്റെ നാട്ടുകാരൻ എന്ന് കൂടി പറയാം. കണ്ണൂരാണ് രണ്ടുപേരുടെയും സ്വദേശം. താങ്കൾ ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ മറ്റ് തരത്തിലുള്ള അടുത്ത ബന്ധങ്ങളും ഉണ്ടാകും. എങ്ങനെയാണ് ഈ അവസരത്തിൽ ശ്രീനിവാസൻ എന്ന നടനെ, തിരക്കഥാകൃത്തിനെ, സംവിധായകനെ ഓർമ്മിക്കുന്നത്? ശ്രീനിവാസൻ മലയാളികളെല്ലാവരും ഓരോ തരത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാവരും ആശ്രയിക്കുന്ന ഓരോ തരത്തിലാണ്. ചിലർ രാഷ്ട്രീയമായ വിമർശന സിനിമ എന്ന് പറയും, ചിലർ ജീവിത സംഭവങ്ങൾ കൃത്യമായി വരച്ചു കാട്ടുന്ന സിനിമ എന്ന് പറയും. ഓരോരുത്തർ ഓരോ രീതിയിലാണ്. പക്ഷെ ശ്രീനിവാസൻ എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടുള്ള ഒരാളാണെന്നാണ് വ്യക്തിപരമായി ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവും മനസ്സിലാക്കിയത്. ഞാൻ ഒരുപാട് തവണ അദ്ദേഹവുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ഒരു മാസം മുമ്പ് ഞാൻ ഫോണിൽ പറഞ്ഞ് കാണാൻ പറ്റിയില്ല. അദ്ദേഹം മലയാള സിനിമയുടെ ഒരു പുതിയ മുഖത്തിൻ്റെ തുടക്കം അദ്ദേഹമായിരുന്നു. എങ്ങനെയാണ് പഴയ കാലത്ത് നമ്മൾ സിനിമ കണ്ടത്? സിനിമാ താരങ്ങളെന്ന് പറയുന്നത് കാണാൻ ഏറ്റവും സുന്ദരന്മാരായ ആളുകളാണ് സിനിമാ നടന്മാർ. ആ സൗന്ദര്യ നടന സൗകുമാര്യത്തിൻ്റെ കാര്യമായിരുന്നു പഴയതെങ്കിൽ അതിൽ നിന്ന് മാറി എനിക്കും സിനിമാ നടനാവാമെന്നൊരു സ്ട്രഗിൾ കൂടി കാണിച്ചു കൊടുത്ത ആളാണ് ഇദ്ദേഹം. അത് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, നമുക്ക് ഓരോ സിനിമ കാണുമ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിനകത്ത് പ്രത്യേകം അടയാളപ്പെടുത്തും. അങ്ങനെ അടയാളപ്പെടുത്തിയ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. നേരത്തെ ഇപ്പം സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, നമ്മളെ പോളണ്ടിൻ്റെ കാര്യം ഒക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. എന്താ അറിയാത്ത കാര്യം? ശ്രീനിവാസൻ മനസ്സിനകത്ത് കമ്മ്യൂണിസ്റ്റ് രീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അത് മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പുറത്ത് കാണിക്കുന്നത് അതിൻ്റെ വിമർശനത്തിൽ കൂടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ സ്വീകരിക്കുന്ന ഒരു ഏർപ്പാട് നമുക്കെല്ലാവർക്കും അറിയില്ല. സ്വയം വിമർശനം നടത്താൻ വേണ്ടിയുള്ള ഒരു വലിയ ചാട്ടുളി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അവതരിപ്പിക്കാൻ്റെ ഒരു പ്രത്യേക വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്താ വൈദഗ്ധ്യം എന്ന് പറയുന്നത്? അദ്ദേഹം നർമ്മരസത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ചിരിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ പതിച്ചിരിക്കും. അതെത്ര മനോഹരമാണ്! അത് ശ്രീനിവാസന് മാത്രം കഴിയുന്നതാണ്. അവരുടെ മലയാള സിനിമയുടെ ആ വേറിട്ട മുഖം. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നീലക്കുയിൽ മുതലുള്ള സിനിമ എടുത്തോ, എല്ലാം തിരക്കഥ എന്ന് പറയുന്നത് നാടറിയുന്ന നല്ല നോവലോ കഥയോ ആയിരിക്കും. അത് മാറി തിരക്കഥ അദ്ദേഹം തയ്യാറാക്കുന്നു. നാട്ടിലെ സംഭവങ്ങൾ തിരക്കഥകളാക്കി മാറ്റുന്നു. നാട്ടിലെ സംഭവങ്ങൾ തന്നെയാണല്ലോ നമ്മുടെ എഴുത്തുകാർ കഥയാക്കി മാറ്റുന്നത്. നമ്മൾ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ദേവിൻ്റെ മനോഹരമായ നോവൽ, ആ നോവൽ സിനിമയായി വന്നപ്പോൾ ആ നോവലിൻ്റെ തുടക്കം കൊല്ലത്തെ ഒരു തെരുവിൽ വെച്ചാണെന്നുള്ളത് പിന്നീട് നമുക്ക് ബോധ്യമായില്ലേ? അങ്ങനെ എല്ലാ കഥകളും നമ്മുടെ മുമ്പിൽ വരുന്നത് എഴുത്തുകാരൻ സ്വയം സൃഷ്ടിക്കുന്നതല്ല. MT പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതെങ്കിലും കഥാപാത്രം നമ്മുടെ മനസ്സിനകത്ത് ഒരടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയെങ്കിൽ ആ അടയാളപ്പെടുത്തൽ ആരോടെങ്കിലും പറഞ്ഞോ, 4 ആളോട് പറഞ്ഞോ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് പുറത്തറിയിക്കണം. അതിന് പറ്റുന്ന മാർഗമായി ശ്രീനിവാസൻ കണ്ടതാണ് സിനിമ. ആ സിനിമയിൽ വന്നപ്പോൾ തന്നെ രസകരമായ കാര്യം, ശ്രീനിവാസനും സത്യരഞ്ജിക്കാടും കൂടി നമ്മളെ മാമുക്കോയെ കൂടുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. മാമുക്കോയ എന്ന് പറയുന്ന ഹാസ്യാത്മകമായി നാടകങ്ങളിലൊക്കെ വന്ന് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. മാമുക്കോയെ കൊണ്ടുവന്നപ്പം ശ്രീനിവാസൻ പറഞ്ഞ് ഇയാൾ പറ്റൂല എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ഒരുപാട് തർക്കമുണ്ടായി. ഒടുവിൽ പറഞ്ഞ് മാമുക്കോയൻ്റെ ഒരു അഭിനയം നോക്കാം, ഏതെങ്കിലും ഒരു പാർട്ട് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പറഞ്ഞ് എന്തായാലും ഇവനാവാന്ന് പറഞ്ഞ് ഏത് കാര്യത്തിനും കൃത്യമായ നിലപാടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് ശ്രീനിവാസൻ്റെ മരണം മലയാള സിനിമയിൽ ഒരു വലിയ നഷ്ടമാണ്. ആ നഷ്ടം ഓരോരുത്തരും പോകുമ്പോൾ നമ്മൾ പറയും നഷ്ടമാണ്, നികത്തപ്പെടുത്താൻ പറ്റുന്ന നഷ്ടമല്ല. കാരണം എന്താ? അദ്ദേഹം സ്വയം കൊണ്ടുവന്ന് വളർത്തി ഒരു സിനിമ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട്
ആ സ്റ്റൈലിന് നമുക്ക് ആധാരമായ ഒരു പകരക്കാരൻ എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, നിലപാടിൽ കാണുന്ന വ്യക്തത. ആ വ്യക്തതയാണ് ആ കലാകാരന് നമ്മുടെ മുമ്പിൽ കൃത്യമായി മനസ്സിൽ വരച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ മനസ്സ് ഏറ്റവും ആകർഷിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയക്കാരനായി ഇദ്ദേഹം പ്രവർത്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ നാട് കടത്തിയ കഥ. ആ നാട് കടത്തിയ കഥയ്ക്ക് ശേഷമുണ്ടായ ഒരു പാട്ടുകൂടി ചേരുമ്പോൾ അത്ര അസലായി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചേർത്ത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം നമുക്ക് സംഭാവന ചെയ്ത ഒരു വലിയ പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ പ്രതിഭയുടെ നഷ്ടം കേരളത്തിലെ എല്ലാവർക്കും വലിയ നഷ്ടമാണ്. അത് രാഷ്ട്രീയമായി നമ്മൾ തിരിഞ്ഞോ മറിഞ്ഞോ അത് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും ആ വ്യാഖ്യാനങ്ങൾക്കൊന്നും കാര്യമില്ല. നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കക്കാരനായി സിനിമ എന്ന മാധ്യമത്തിലൂടെ മുമ്പോട്ട് വന്ന ഒരു വലിയ മനസ്സാണ് ശ്രീനിവാസനത്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വേർപാടാണ്. എന്താണ് എനിക്കിപ്പം പറഞ്ഞു വെക്കാനുള്ളത്? തീർച്ചയായും മലയാള സിനിമകളിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അനവധിയായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ, അദ്ദേഹം അഭിനയിപ്പിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ ശ്രീനി ഇനിയും മലയാള സിനിമയിൽ നിലനിൽക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ശ്രീ ജി പി രാമചന്ദ്രൻ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജി പി രാമചന്ദ്രൻ, 48 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചാണ് ശ്രീനിവാസൻ മടങ്ങുന്നത്. മലയാള സിനിമ അതിൻ്റെ 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതിയോളം കാലം അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത്. മലയാള സിനിമയ്ക്ക് പുതിയൊരു മുഖം നൽകിയ തിരക്കഥാകൃത്തും നടനും ഒക്കെയാണ്. ഇവിടെ മുഖം നോക്കാതെ ശ്രീനിവാസൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഏത് വിഷയത്തെയും സമീപിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്ന് ആക്ഷേപിക്കാതെ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ മലയാളികളുടെ ആയുർദൈർഘ്യം അനുസരിച്ചും ഒക്കെ തന്നെ വിട്ടുപോകേണ്ട ഒരു വയസ്സായിട്ടില്ല എന്നുള്ളതാണ്. 67-68 വയസ്സ് ആയിട്ടുള്ളൂ. അത് നമുക്ക് വലിയൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ, നേരത്തെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതുപോലെ, അദ്ദേഹം നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ആത്മവിമർശനങ്ങൾ, ഇതെല്ലാം തന്നെ മലയാളിയെ, ആ മലയാളി സാധാരണക്കാർ തൊട്ട് വളരെ സാധാരണക്കാർ, കാരണം ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഗ്രാമത്തെ തന്നെ അദ്ദേഹം വളരെയധികം പരിഹസിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഗ്രാമം വലിയ നന്മ എന്ന് പറയുമ്പോൾ ശ്രീനിവാസന്റെ സിനിമയിലേക്ക് പോയാൽ, നേരത്തെ കെ ജി ജോർജിന്റെ സിനിമയിലുണ്ടായിരുന്നു, ആ ഗ്രാമത്തിന്റെ പല കുന്നായ്മകൾ, കുശുമ്പ്, അസൂയ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഈ മലയാളി നമ്മൾ ഉയർത്തിയെടുത്തിട്ടുള്ള വലിയ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏതെങ്കിലും വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയം. നമ്മളുടെ രാഷ്ട്രീയം നമുക്ക് ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയം, അതിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം. ഇപ്പോൾ ഞാനും ഇടതുപക്ഷത്തിന്റെ ഒപ്പമുള്ള ആളാണ്, സഖാവ് പന്ന്യനും അതുപോലെ തന്നെ ഒക്കെ തന്നെ. അപ്പൊ ഇടതുപക്ഷ രാഷ്ട്രീയം, അതുപോലെ തന്നെ സിനിമ, താൻ തന്നെ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ, അതിലെ സൂപ്പർ താരങ്ങൾ, ആ സൂപ്പർ താരങ്ങൾ, അതുപോലെ തന്നെ ദൈവം, വിശ്വാസം, മതം, ജാതി, ഇതൊക്കെ തന്നെ നമ്മളുടെ, അതുപോലെ കുടുംബം, ഈ വിഗ്രഹങ്ങളെ ഒക്കെ തന്നെ വളരെ തീക്ഷ്ണമായി പരിഹസിച്ച് അട്ടിമറിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ തന്നെയാണ് അദ്ദേഹം കരുവാക്കിയിട്ടുള്ളത്.